ശ്രീ സേവനന്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അനുശോചനം പ്രത്യേകമായിട്ട് അറിയുകയാണ്. ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും അതുപോലെ മറ്റെല്ലാവർക്കും ഞാൻ അനുശോചനം അറിയിക്കുന്നു. ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി ദൈവം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എത്രമാത്രം നല്ല വാക്കുകൾ പറഞ്ഞാലും ആ വാക്കുകൾ കൊണ്ടൊന്നും നികത്താനാവുന്ന ദുഃഖമല്ല ഇവിടെ നമുക്കറിയാം. ദൈവം തന്നെ ഇടപെട്ട് ഇവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഇവർക്ക് വെളിച്ചം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാണ് ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. കർത്താവ് നമ്മളോട് പറയുകയാണ്, അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കും. ആ വചനം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കും. നമ്മുടെ ഈ സഹോദരൻ ജോസി സേവ്യ വീണ്ടും ഉയർക്കുമെന്ന്, വീണ്ടും ജീവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. മരണത്തെ കർത്താവ് പലപ്പോഴും കണ്ടിരുന്നത് ഒരു നിദ്രയായിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ജോസി സേവ്യ ആ നിദ്രയിൽ നിന്ന് വിട്ടുണർന്ന് ദൈവത്തോടൊപ്പം നിത്യതയിൽ ദൈവത്തിന്റെ ആത്മാവിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കാൻ ഇടവരുമെന്ന് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രസിദ്ധനായ T.S. എലിയറ്റ് പറയുകയുണ്ടായി, In my beginning there is my end. In my end there is my beginning. എൻ്റെ ആരംഭം എൻ്റെ അവസാനവും, എൻ്റെ അവസാനം എൻ്റെ ആരംഭവുമാണ്. ചുരുക്കം പറഞ്ഞാൽ നാം ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ്, മരിക്കുന്നത് വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ നമ്മളുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജോസി സേവ്യ വീണ്ടും ജനിക്കുമെന്നും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നുവെന്നും നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്ന് നിങ്ങൾക്കറിയാൻ മതി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതുപോലെ മക്കൾക്കൊക്കെ വളരെ വലിയ ദുഃഖമാണ് ഇപ്പോഴുള്ളത്. ആ ദുഃഖം മാറുവാനുള്ള വഴി ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ഈ ആത്മാവ് ജീവിക്കുന്നു എന്നുള്ള നമ്മുടെ ഉത്തമമായിട്ടുള്ള ബോധ്യമാണ്, വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് ജോസി സേവ്യ. KRLCC, KLCA അതുപോലെ മറ്റു അസോസിയേഷനുകളെല്ലാം പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ധാരാളമായി പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണിത്. നമ്മുടെ സമൂഹം വളരണമെന്നും സമുദായം വളരണമെന്നും വളരെയധികം ആഗ്രഹിച്ച് പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ആശയത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അനുശോചനം അറിയിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മെത്രാന്മാരുടെ, ലത്തീൻ മെത്രാന്മാരുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനവും അതുപോലെ ദൈവാനുഗ്രഹവും ഞാൻ നേരുകയാണ്. ഇത്ര പെട്ടെന്ന് ഇദ്ദേഹം മരിക്കുമെന്ന് നമ്മൾ ആരും ഓർത്തില്ല. ഞാൻ ഓർത്തിരുന്നില്ല. പെട്ടെന്ന് ഇന്നലെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ഇത്ര വേഗം അധികം പോയോ എന്ന് വിചാരിച്ചു. പിന്നെ പലപ്പോഴും നമുക്കൊക്കെ മെസ്സേജൊക്കെ വിടും, പലപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും, ചിലപ്പോഴൊക്കെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ ജനങ്ങളെക്കുറിച്ച് ഒരു ജീവിത വീക്ഷണം, ഒരു ജീവിത ദർശനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ജീവന്റെ വില അറിയുകയും ആ ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സദാസമയവും ആ ജീവന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ട ജോസി സേവ്യർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അദ്ദേഹം നമ്മുടെ അഭിമാനമായിരുന്നു, നമ്മുടെ സന്തോഷമായിരുന്നു, നമ്മുടെ ആനന്ദമായിരുന്നു. അദ്ദേഹവുമായിട്ട് അല്പനേരം സംസാരിച്ചാൽ നമ്മൾ അദ്ദേഹത്തോട് വശീകരിക്കപ്പെട്ടു പോകും. അത്ര നന്നായിട്ട് സംസാരിക്കുകയും അത്ര നന്നായി പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ആ ആളെയാണ് ദൈവം സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമ്മുടെ ബ്രിട്ടനിൽ രാജ്ഞിയായിരുന്ന ഡയാന രാജ്ഞി മരിച്ചപ്പോൾ അവിടുത്തെ പ്രസിദ്ധനായ പാട്ടുകാരൻ എൽട്ടൺ ജോൺസൺ ഒരു വലിയ കവിത എഴുതി പാടുകയുണ്ടായി. എ കാൻഡിൽ ഇൻ ദ വിൻഡ്, എ കാൻഡിൽ ഇൻ ദ വിൻഡ്. കാറ്റിലാടി ഉലഞ്ഞുകൊണ്ടിരുന്ന ഒരു മെഴുകുതിരിയാണ് അവളെന്ന്. ഇന്നെനിക്കും ഈ ജോൺസി സേവ്യറിനെ കുറിച്ച് പറയാനുള്ളത്, കാറ്റിൽ ആടി വിളഞ്ഞുകൊണ്ടിരുന്ന ഒരു മെഴുകുതിരിയായിരുന്നു ജോൺസി സേവ്യർ. ആ മെഴുകുതിരി നടഞ്ഞു, പക്ഷേ ദൈവത്തിലേക്ക് ദൈവത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ എൻ ശബ്ദം കേടൻ പ്രാർത്ഥന കൈക്കൊൾ. പാപങ്ങളെല്ലാം നീയോർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവ് നിന്നെ വണങ്ങിടുന്നു. നീയല്ലോ മാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്ക ജാഗ്രതയിൽ പുലരിയെ പാർത്തിരിക്കുന്നതുപോ. മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പോ. ഇസ്രേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. വിശ്വം വേടിഞ്ഞോർക്കൻ ദൈവമേ നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യപ്രകാശത്തിലാ വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ എൻ ശബ്ദം അൻപോടൻ പ്രാർത്ഥന കൈക്കൊൾ. കർത്താവ് നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തുനിന്ന് വിളിക്കുവാൻ തിരുവുള്ളമുണ്ടായ അങ്ങയുടെ ദാസൻ ജോസി സേവ്യറിൻ്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തുവെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമല്ലെന്ന് അങ്ങ് അനന്തമായ സ്നേഹവായ്പയോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവൻ്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോട് ഒന്നുചേരുന്നതിന് അർഹരാക്കത്ത വിധം ജീവൻ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടറിയണമേ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു വരുന്നതിൻ്റെ ബാഹ്യ അടയാളമായിരുന്നു.
മഹിമേറിയ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹാരഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടചൊല്ലലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. സംഭവങ്ങളുടെ സഭയ്ക്കുള്ള സ്നേഹം പല മാരംഭിച്ചിട്ടാണ് ഈ ഒരു ധർമ്മം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കൊച്ചിന് മുമ്പ് അച്ഛന്മാർക്ക് കൂടാതെ ഒരു സ്ലാബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ അച്ഛന്മാരെ കൂടാതില്ല. ഇന്ന് സഭയുടെ ഒരു ഉത്തമ അവര് പരിശുദ്ധ സംഘാസനത്തിന്റെ പ്രത്യേകമായ അംഗീകാരം ഏറ്റുവാങ്ങുകയാണ്. അയാൾ നമ്മുടെ യാത്രയല്ല. വേദപുസ്തകത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മരണ മൃതസംസ്കാര കർമ്മത്തോടെ നിർവഹിച്ച് വായിക്കുമ്പോൾ പൗരസ്ത്യ പറയുന്നത് കരയരുത്. എന്താണ് വേണ്ടത്? കരയരുത്. സഭയിൽ കരയരുത് അല്ല പറയുന്നത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ കഴിയും. ഞാൻ കഴിയുന്നത് പ്രത്യാശയോടെയാണ്. ഈ ഫെയ്ത്ത് നോക്കലാണ് വിശ്വാസവും പ്രത്യാശയും കൂടെ ചുമ്മാ ഒത്തിരി അജ്ഞാനിക്കണമെന്ന് ഇന്നത്തെ അടയാളങ്ങളൊന്നും നമുക്ക് നോക്കാം. ഇന്ന് ഒരു മരണ മൃതസംസ്കാര കർമ്മമായിട്ട് എനിക്കൊരു ഡോക്ടറെ ഞാനിത് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കണം. കാരണം എനിക്കിതിന്റെ അവകാശം ചില ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ദേവത്തിൽ കഴിയുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റുവാങ്ങുന്ന ജയിച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ കോളേജ് ഞാൻ അങ്ങനെയുള്ള തൃശ്ശൂർ സ്ഥിരം അൽവാസത്തിന്റെ സമിതിയുടെ ഉത്തരവാദിത്തം നമ്മുടെ അങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റാണ് ഈ സമിതിക്ക് വേണ്ടി ഒരു പറയുക മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് അടയാളങ്ങളെ ചിന്തിക്കുക. ഒരു മാമോദിസ്റ്റായ കല്യാണത്തിന് വരുമ്പോ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ആചാര്യങ്ങളാണ് പള്ളിയുടെ വാതിൽ സ്വീകരിച്ചു കൊണ്ടുവരും. നമ്മുടെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കാര്യത്തിലെ കല്യാണമാണ്. ഏറ്റവും സ്വാഭാവികമായ സെലിബ്രേഷൻ പള്ളിയുടെ വാദത്തെ സ്വീകരിച്ച് കൊണ്ടുവരും. മാമോദിസ്റ്റിക്ക് വാദം പക്ഷേ മരിച്ചു എന്ന് കേട്ടാൽ ആ പള്ളിയുടെ ആചാര്യ വീട്ടിൽ വരുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ സൗകര്യം അച്ഛനെല്ലാം വന്നത് സൗകര്യം അച്ഛൻ എപ്പോഴാണ് അച്ഛനാണ് വരുന്നത്. ഇന്ന് അച്ഛൻ ചെയ്യുന്നത് തൊഴിലാണ് കഴിയില്ലാതാണ്. കൂടെ നിൽപ്പത് രൂപയുടെ അഡ്മിനിസ്ട്രേഷൻ വികാരിച്ചതാണ്. വീട്ടിൽ വന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വരും. അവിടെ ചെയ്യുന്ന സമയം ഏതെങ്കിലും വെള്ളം അങ്ങനെ തിരികെ ഒരു വെള്ളത്തോടി അതിന്റെ പുറത്ത് നക്കാശത്തെ കുറിച്ച്
എല്ലാ പ്രാർത്ഥനയും ആവർത്തിച്ച് വായിക്കുക. ഇത് ഒരു മരണമരണമാണ്, ഇതൊരു ജനനമാണെന്നാണ് പറയുന്നത്. ഒരു മാമോദീസ വേളയിൽ എന്റെ പുറത്ത് ഒരാളില്ലാത്തപ്പോൾ പ്രാർത്ഥിക്കാത്തപ്പോൾ എന്താണ് ചെയ്യുന്നു, അതെല്ലാം ആവർത്തിച്ച് ചെയ്യുന്നു. മാമോദീസ സമയത്ത് നിങ്ങളില്ല ഈ വെള്ളമാണ് തരുന്നു. അന്ന് നിന്റെ കയ്യിൽ കത്തിച്ച വിശ്വാസത്തിന്റെ ദീപം, ഇതാണ് നിന്റെ പാദത്തിന് കളത്, പാദത്തിൽ പ്രകാശം, ഇതാണ് നിനക്ക് തരുന്നു. അന്ന് തന്നെ ആ വെള്ളം നിനക്ക് തരുന്നത്. എല്ലാവരും കൂടെ പുഷ്പത്തിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ്. പറുദീസ ആഗ്രഹം ചെയ്താൽ ആരാധനാകട്ടെ മാതാക്കന്മാർ പോലെ വേദന, അതുപോലെ വിശുദ്ധ സ്വർഗം മുഴുവൻ ഇറങ്ങിയുമായിട്ട് ഈ ഒരാളെ കൊണ്ടുപോകുന്ന വീട്ടിൽ രാവിലെ ഞങ്ങൾ ഒപ്പിച്ചെല്ലാമല്ലോ. രണ്ടാമത് വളർന്നത് ഞാൻ ഇതിന് മുമ്പ് അവസരം കഴിഞ്ഞ വീഡിയോ വെച്ചാണ് ഇതിന്റെ ഭാര്യയാണ് ഞാൻ പ്രയാസപ്പെട്ട് ശരീരം വളരെ പ്രയാസപ്പെട്ട് ആദ്യം ചകാണിക്കുന്ന പോലെ ആ തിരി കാറ്റിന് ആദ്യം ഇടുന്ന പോലെ ആദ്യം ഇടുന്നത്. പക്ഷെ വീട്ടിലൊന്നും പറഞ്ഞാൽ 4 ദിവസം മുമ്പ് വികാരിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഓഫീസ് വികാരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ ജോലി സാധനത്തിന് എനിക്കും തുറന്നു കൊടുത്തു. ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഇറങ്ങി പോകാൻ വരുന്ന പ്രായത്തിൽ ആദ്യം കൊള്ളാൻ പറഞ്ഞത് എനിക്ക് വേണ്ടതൊക്കെ വരുന്നതാണ്. അതിന് പറയുന്നത് അല്ല, നമ്മൾ പറയുന്നത് സഭയിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് തിരുപാതേയം. പാതയം എന്ന് പറയുന്നത് പാതയം എന്ന് പറഞ്ഞാൽ വഴി തിരുപാതയം. എനിക്ക് വേണം തിരുപാതയം. ഞാൻ യാത്ര പോവാണ്, നന്നായിട്ട് പൊതുവിട്ടു അതെടുത്ത് കേട്ട് വെച്ച് കഴിച്ചാണെങ്കിൽ പോകുന്നു. പോയിട്ട് വെജിറ്റബിൾ കഴിക്കാൻ ഞാൻ എനിക്ക് കഴിക്കുന്ന ആ വഴി എനിക്കത് വേണമെന്ന് നല്ല ഓർമ്മയോടെ പറഞ്ഞ സഭയുടെ വീരനായ ഒരു പോരാളി. അതിന് യാത്ര പോകുന്നു. ഈ യാത്ര പോകുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് മാത്രമാണ്, തിരുപാതേയം. ഈ മാലാഖമാരും ഈ വിശുദ്ധരും ഈ രക്തസാക്ഷികളും എല്ലാവരും പറഞ്ഞ് ആചാരം വഴി പഴകി ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ കത്തോലിക്ക സഭ ഉത്തരവാദിത്വ ബോധത്തോടെ ഇവിടെ നിന്ന് അർപ്പിക്കാനാകുന്ന പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ പ്രാർത്ഥനയായ ബലി അർപ്പിച്ച് വചനങ്ങളെ കുറിച്ച് വിളത്തി ഒരു പാതയും അനുഭവിക്കുന്നു. ആ പാതയത്തോടൊപ്പം നിന്റെ പ്രാർത്ഥന നമുക്കേവർക്കും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസി സേവ്യർ ഇല്ലിപ്പറമ്പിൽ നമ്മോട് വിട പറഞ്ഞു. KCBC പ്രോലൈഫ് സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ ജോസി സാർ സഭയിലും സമൂഹത്തിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനുഷ്യജീവനുടെ സംരക്ഷണ പ്രവർത്തനത്തിലുള്ള പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി മാർപ്പാപ്പ പേപ്പൽ ബഹുമതി നൽകി ആദരിച്ചതും നമുക്കറിയാം. KCBC പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിലെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിച്ചത് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ജോസി സാർ പ്രോലൈഫ് സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ആരംഭകാലം മുതൽ സഹകരിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹം ഈ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം, പിന്നീട് അദ്ദേഹം ട്രസ്റ്റ് സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയ പദവികൾ വഹിച്ചതിന് ശേഷമാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് മനോഹരമായി പ്രവർത്തിച്ച് വിരമിച്ചത്. ജോസി സാറ് FACTയിലെ സീനിയർ ഫിനാൻസ് മാനേജരായി പ്രവർത്തിച്ചു. വളരെ ശ്രദ്ധിക്കപ്പെട്ട മാറ്റങ്ങൾ അവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. കൊച്ചി രൂപതയുടെ അംഗമായ അദ്ദേഹം കൊച്ചി രൂപതയിലെ പ്രോലൈഫ് സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പിന്നീടാണ് സംസ്ഥാനതല പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. പ്രോലൈഫ് സമിതിയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നിറഞ്ഞു നിന്നത്. KRLCCയിലും KLCAയിലും കൊച്ചി രൂപതയിലെ വിവിധ പ്രസ്ഥാനങ്ങളിലും ഒക്കെ അദ്ദേഹം സജീവമായിട്ട് ഉണ്ടായിരുന്നു. കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയുടെ മാനേജിംഗ് കൗൺസിൽ അംഗമെന്ന നിലയിൽ, അതുപോലെ തന്നെ അതിനൊക്കെ മുമ്പ് അദ്ദേഹം കേരളത്തിലെ കുടുംബ യൂണിറ്റുകൾ, നമുക്കറിയാം കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളിലും ഇടവകളിൽ നിന്ന് കുടുംബ യൂണിറ്റുകൾ സജീവമാണ്. വ്യക്തിസഭകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് KCBC തലത്തിലുണ്ടായിരുന്ന കുടുംബ യൂണിറ്റുകളുടെ ഏകോപനത്തിൽ ഒരു സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലയളവിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സൺഡേ ശാലോമിൻ്റെ ചീഫ് റിപ്പോർട്ടർ എന്ന നിലയിൽ
എറണാകുളത്ത് പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഏതാണ്ട് 25 വർഷം മുമ്പ് പരിചയപ്പെട്ടത്. ആ പരിചയമാണ് അദ്ദേഹത്തെ പ്രോലൈഫ് പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുവാൻ എനിക്ക് സാധിച്ചു. പിന്നീട് ബൈബിൾ സൊസൈറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ ആ കാലയളവിലാണ് ബൈബിൾ സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് അംഗത്വം നൽകി ആ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുവാനും എനിക്ക് സാധിച്ചു. പ്രോലൈഫ് ശുശ്രൂഷകളിലേക്ക് അദ്ദേഹം കടന്നു വരുവാൻ ഇടവന്നത് എളിയവനായ എൻ്റെ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ആ സൗഹൃദമാണ് എന്നത് എനിക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം മകൻ പറഞ്ഞു, പപ്പച്ചൻ പല മേഖലയിലുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രോലൈഫ് ശുശ്രൂഷകളിൽ വന്നു പെട്ടത് എന്നറിയില്ല. പിന്നീട് അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനമെന്ന്. ശരിയാണത്. അദ്ദേഹം പ്രായാധിക്യം, നമുക്കറിയാം 80 വയസ്സിലാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പ്രോലൈഫ് സമിതിയുടെ എല്ലാ കർമ്മ പദ്ധതികളിലും ശാരീരികമായ അസുഖവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഏറെ യാത്രകൾ പറ്റി കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം കഴിയുന്നിടത്തെല്ലാം ഓടിയെത്തിയിരുന്നു. ഞാൻ ഓർക്കുക 2011 ജീവസമൃദ്ധി പദ്ധതി, വലിയ കുടുംബങ്ങളെ ആദരിക്കുന്ന ആ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ ഞാനായിരുന്നു. ആ വലിയ കുടുംബങ്ങളെ ആദരിക്കുന്ന പദ്ധതിയിൽ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ സഹകരണം ലഭിച്ചത് ഞാൻ ഓർക്കുന്നു. കാരുണ്യ വർഷത്തിൽ കാരുണ്യ സന്ദേശയാത്ര കേരളം മുഴുവൻ നടന്നപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ആ പദ്ധതിയുടെ തുടക്കത്തിലും അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നടന്ന പല പ്രവർത്തനങ്ങളിലും പല കർമ്മ പദ്ധതിയിലും അദ്ദേഹത്തിൻ്റെ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ലഭിച്ച് ഞാൻ ഓർക്കുകയാണ്. KCBC പ്രോലൈഫ് സമിതി നമുക്കറിയാം കേരളത്തിൽ രൂപപ്പെട്ടിട്ട് ഏതാണ്ട് 15 വർഷത്തിൽ അധികമായിരിക്കുന്നു. KCBC പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ, ഇടക്കാലത്ത് മേഖലാതല പ്രവർത്തനങ്ങൾ ആ സമിതി ഇപ്പോഴില്ല. രൂപതകളിലൊക്കെ പ്രവർത്തന കർമ്മ പദ്ധതികളുടെ ആസൂത്രണത്തിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ, ഒരു സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. ഞാൻ ഓർക്കുന്ന നിരവധി സംഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്താണ് അദ്ദേഹം. ഞാൻ ഓർക്കുന്നു MDP ആക്ടിൻ്റെ വീണ്ടും ഈ അടുത്ത നാളുകളിൽ അതിൻ്റെ മറ്റൊരു നിയമനിർമ്മാണം നടന്ന സമയത്ത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ വിശദമായ നിവേദനം നൽകിയപ്പോൾ നിരവധി ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി ചർച്ചകൾ നടത്തി. അദ്ദേഹമാണ് ആ നിവേദനം തയ്യാറാക്കിയത്. ഞാൻ ഓർക്കുന്നു അദ്ദേഹം കത്തോലിക്ക സഭയിലെ, ലത്തീൻ സഭയിലെ എല്ലാ സംഘടനകളിലും തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും ഇടപെടലുമൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് എന്ന് നോക്കാതെ വസ്തുതകൾ തുറന്നു പറയുവാൻ, മടിയും മറയുമില്ലാതെ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തോട് വൈമുഖ്യമോ വിഷമമോ ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ജോസി സാറ് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനല്ല, അത് സഭയുടെ അല്ലെങ്കിൽ അത് ഇടപെടുന്ന ആ വേദിയുടെ ആ വിഷയത്തിൻ്റെ പ്രസക്തിക്ക് വേണ്ടി മാത്രമാണെന്ന്. ആരോടും പകയില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ ആദരവോടെ ഇടപെട്ട അദ്ദേഹം പ്രോലൈഫ് ശുശ്രൂഷകളിലാണ് ഏറെ സമയം ചെലവഴിച്ചു എന്നത് ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ജോസി സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഞങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് വിവരം അറിഞ്ഞപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം മെത്രാന്മാരും നിരവധി വൈദികരും അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ ഓർക്കുകയാണ് കേരളത്തിലെ 3 റീത്തിലെയും പിന്നെ കർദിനാൾമാരും പിതാക്കന്മാരും ഒക്കെ ഏറെ സ്നേഹിച്ച അവരെയൊക്കെ ഇഷ്ടപ്പെട്ട ജോസി സാറ് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ പ്രോലൈഫ് ശുശ്രൂഷകൾക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര വിശുദ്ധ കുർബാനയിൽ അഭിനന്ദ ഞങ്ങളുടെ ഡയറക്ടർ റവറൻ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തെ അതിമനോഹരമായിട്ടാണ് അവിടെ വിശദീകരിച്ചത്. അനേകരെ എത്തിച്ചേർന്ന നിറഞ്ഞ കവിഞ്ഞ ഒരു വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്നും അദ്ദേഹത്തെ സെപ്റ്റംബർ മാസം 19-ാം തീയതി വിട പറഞ്ഞത്. അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അനുശോചനവും അറിയിക്കുകയാണ്. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുസ്മരണ സമ്മേളനം നടത്തി. സിറോ മലബാർ സഭയുടെ പ്രോസെറ്റിൻ്റെ സെക്രട്ടറി കൂടിയായി പ്രവർത്തിക്കുന്ന എനിക്ക് അദ്ദേഹം കേരളത്തിലെ 3 റീത്തിലും അല്ലെങ്കിൽ കേരള സഭയിൽ നൽകിയ പ്രോലൈഫ് ശുശ്രൂഷകളെ മനോഹരമായിട്ട് ആദരവോടെ
ഓർക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസി സാറ് ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത ശരിക്കും ഞങ്ങളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം SBC കോളേജ് സഭയുടെ ആരംഭകാലം മുതൽ ശക്തമായ രീതിയിൽ വിമർശനാത്മകമായിട്ടും നല്ല രീതിയിലും മറ്റും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് SBC കോളേജ് സമിതിയെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് യത്നിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒപ്പം തന്നെ എനിക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണ് ജനറൽ സ്ഥാനം SBC കോളേജ് സമിതിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഓർമ്മകള് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത് കാര്യവും ശക്തമായിട്ട് ഇടപെടുവാനായിട്ട് അല്ലെങ്കിൽ അഭിപ്രായം പറയുവാനായിട്ട് ജോസഫ് സാർ എപ്പോഴും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായിട്ടും ഞങ്ങളുടെ സമിതിക്ക് ഒരു കുറവ് തന്നെയാണ്, നികത്താനാവാത്തൊരു കുറവ് തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിനും സമാധാനവും ശാന്തിയും ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു സൗഭാഗ്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് SBC കോളേജ് സമിതിയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളായിട്ടുള്ള എല്ലാവരും കുറേ പേര് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. പ്രസിഡന്റും ഡയറക്ടർസും എത്തിച്ചേർന്നിരുന്നു. ഞങ്ങളുടെ ചെയർമാൻ പിതാവിനെ ലാഭത്തുകൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാശംസകൾ നേർന്നിരുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ സമിതി അംഗങ്ങളും അദ്ദേഹത്തിന്റെ വേർപാട് അതിമ ദുഃഖത്തോടെ പ്രാർത്ഥനാപൂർവ്വം എല്ലാവിധ സ്വർഗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അച്ഛനായിട്ട് 29 വർഷമാകുന്നു. ഒത്തിരിയേറെ വ്യക്തികൾക്ക് രോഗീജീവനം കൊടുത്തു. പക്ഷെ ഒരു വ്യക്തിയും ഫോണിലൂടെ വിളിച്ച് എനിക്ക് രോഗീജീവനം താരണമെന്ന് പറഞ്ഞു. ജോസഫ് സിദ്ധാന്തത്തിന് ആദ്യം പഠിച്ചു. ആദ്യം ഉച്ചയ്ക്ക് വീഡിയോ എത്തിക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് രോഗം. പക്ഷെ ഞാനവരുടെ പ്രാർത്ഥനയിലെല്ലാം പക്ഷെ അവരെ പാട്ടുപാടി വളരെ സന്തോഷത്തോടുകൂടി യാത്രയ്ക്കുള്ള പഠിച്ചോട് വാങ്ങിയിട്ടാണ് യാത്രയായിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു വ്യക്തിയാണ്. 2000 കൊച്ചിയിൽ മുന്നിൽ ആദ്യമായിട്ട് യൂണിറ്റിന് ഫാമിലി കൂടുതലുള്ള നിയമാവലി അന്ന് മുതൽ 2010 വരെ ഫാമിലി പ്രസിഡന്റ് ഡയറക്ടറായിരുന്നു. ആ 10 വർഷവും സാറിന് വളരെ വലിയ സഹായങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നിയമാവലിയൊക്കെ എടുക്കാനായിട്ട് അദ്ദേഹം സഹായിച്ചു. അതേപോലെ അവർ കേരള സഭയിൽ ഒത്തിരിയേറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ മുതല് ജോസഫ് സാറിന്റെ വീട്ടിലെ കേരളത്തിലെ നിർത്തിക്കുന്നതിന് 12 രൂപയിൽ നിന്നും എത്താനോ കോൺസിസ്റ്റർമാരോ അല്ലെങ്കിൽ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളിലേക്ക് വന്നു ഫോണിനോട് ചോദിച്ചോ ഒത്തിരിയേറെ പേര് അനുശോചനം അറിയിക്കുകയുണ്ടായി. രൂപതയിൽ മാത്രമല്ല കേരള സഭയിലെ ഒത്തിരിയേറെ വൈദികരെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. രാഷ്ട്രീയ മേഖലയിലുള്ള നമ്മുടെ MLA നെൽക്കുടത്തിന്റെ രൂപത്തിന്റെ അതോടൊപ്പം രാഷ്ട്രീയ മേഖലയിൽ സാമൂഹ്യ മേഖലയിൽ ഒത്തിരിയേറെ വ്യക്തികൾ ഭവനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പേരിലും രൂപത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും പ്രാർത്ഥനയും അതുപോലെ പിതാക്കന്മാർക്കും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ജനപ്രതിനിധികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും കൃത്യമായിട്ട് രൂപതയിലെയും കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി നൽകുകയാണ്. ഇന്ന് ഈ ദിവസത്തിന്റെ വചനം പ്രത്യേകമായിട്ട് അച്ഛനാണ്. അദ്ദേഹവും ഈ വരികയും പ്രാർത്ഥിക്കുകയും വചനം പങ്കുവയ്ക്കുകയും ചെയ്തു. എല്ലാ വൈദികരും പറയുന്ന എല്ലാ വൈദികർക്കും പ്രത്യേകിച്ച് ഇന്ന് ഈ ജീവിതത്തിൽ പങ്കെടുത്ത എല്ലാ വൈദികർക്കും മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ട് രൂപതയുടെ പേരിലുള്ള കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് ഇന്ന് യാത്രയായ അങ്ങനെ ഹാസൻ ജോസഫ് സേവർ ഈ വലിയ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെടുകയും ചെയ്ത്
ഉദ്ധാരണത്തിന്റെ നിത്യസന്തോഷം സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു. സഹോദരങ്ങളെ, ആദ്യം തന്നെ ജോസിസാറിന്റെ കുടുംബാംഗങ്ങളോട് സഭയ്ക്കുള്ള സ്നേഹം, ആദരവ്, കരുതൽ അറിയിക്കുന്നു. പല പാരമ്പര്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വിമത കർമ്മം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിലൂടെ അച്ഛന്മാർക്കും കൂടാതെ ഒരു സ്ലാബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ അച്ഛന്മാരെ കുർബാനയ്ക്ക് കൂടാറില്ല. ഇത് സഭയുടെ ഒരു ഉത്തമ പൗരൻ, പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രത്യേകമായ അംഗീകാരം ഏറ്റുവാങ്ങിയ ഒരാൾ, അയാൾ നമ്മൾ യാത്രയാക്കുക. വേദപുസ്തകങ്ങളിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മൃതസംസ്കാര കർമ്മത്തോടനുബന്ധിച്ച് വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് കരയരുത്. എന്താണ് കരയരുത്? സത്യത്തിൽ കരയരുതെന്നല്ല പറയുന്നത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ കരയരുത്. ഞാൻ കരയുന്നത് പ്രത്യാശയോടെയാണ്. ഈ ഫെയ്ത്ത് ഹോപ്പ് എന്നാണ് പരിശുദ്ധപിതാവ് അതിനെ വ്യാഖ്യാനിച്ചത്. ഫെയ്ത്ത് ഹോപ്പ്, വിശ്വാസവും പ്രത്യാശയും കൂടെ ചുമ്മാ എന്ത് വ്യാഖ്യാനിക്കണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ അടയാളങ്ങളൊന്നും നമുക്ക് നോക്കാം. ഇന്ന് ഒരു മൃതസംസ്കാര കർമ്മമായിട്ട് എനിക്കൊരു ഡോക്ടറില്ല. അതിനുള്ള പരിശീലനത്തിൽ നിന്ന് ആദ്യ പ്രസംഗം പറയണമെന്ന് ചിന്തിച്ചപ്പോൾ എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം എനിക്കെന്തൊരു അവകാശമാണ്. ചില ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള KCBC പ്രോഗ്രാം സമിതിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റുവാങ്ങിയ ജെയിംസ് ആയിരുന്നു. അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ പ്രോഗ്രാം സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. തൊട്ടു മുമ്പ് ജോസി സാറായിരുന്നു. ഞാൻ അതിന്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്, ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നതിൽ. ഞാൻ കൊച്ചി ബന്ധുക്കാരനല്ല, വിജയന്റെ ബന്ധുക്കാരല്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ തൃശ്ശൂർ ബന്ധുക്കാരൻ എന്റെ പറമ്പിടിക്കുന്ന അങ്ങനെയാണ് സീറോ മലബാർ സമിതിയുടെ പ്രോഗ്രാം സമിതിയുടെ ഉത്തരവാദിയായി നമ്മുടെ സാബു ജോസ്. അങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വയനാട് അതിരൂപതയുടെ രൂപത പ്രസിഡന്റാണ് ഈ KCBC പ്രോഗ്രാം സമിതിയുടെ പ്രസിഡന്റ്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി കേരള കത്തോലിക്ക മെത്രാസമിതിക്ക് വേണ്ടി ഒരു വാക്ക് നന്ദി എന്ന് പറയുക മാത്രം ഞാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് അടയാളങ്ങളിലേക്ക് ചിന്തിക്കുക. ഒരു മാമോദീസയ്ക്ക് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരുമ്പോ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ആചാര്യൻ നടന്ന് പള്ളിയുടെ വാതിൽക്കൽ ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവരും. നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യമല്ലേ കല്യാണം? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സെലിബ്രേഷൻ പള്ളിയുടെ വാതിൽക്കൽ പോയി സ്വീകരിച്ച് കൊണ്ടുവരും. മാമോദീസയ്ക്ക് വാതിൽ. പക്ഷെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ആ പള്ളിയുടെ ആചാര്യൻ ആളുടെ വീട്ടിൽ വരുന്നു. അവൾ ചോദിക്കുന്നു, സഹോദരൻ അച്ഛൻ എപ്പോഴാണ് വരുന്നത്? സഹോദരൻ അച്ഛൻ അച്ഛനാണ് വരുന്നത്. ഇന്ന് അത് ചെയ്യുന്നത് കൊച്ചി രൂപതാണ് ബിഷപ്പ് അഭിനന്ദനാണ്. കൂടെ നിന്നത് രൂപത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, വികാരിച്ചനാണ്. വീട്ടിൽ വന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വരും. അവിടെ ചെയ്യുന്ന ചടങ്ങ് ഏതെങ്കിലും നോക്ക് വെള്ളം കഴിക്കും, അല്ലെ തിരിയൊക്കെ കത്തിച്ച് തലയ്ക്ക് വെക്കും, ഒരു വെള്ള തുണി പുതപ്പിക്കും, അതിന്റെ പുറത്ത് കർത്താവിന്റെ കുരിശെടുത്ത് വെക്കും. എല്ലാ പ്രാർത്ഥനയും ആവർത്തിച്ച് പറയുന്നത് ഇത് ഒരു മരണമല്ല, ഇതൊരു ജനനമാണെന്ന് പറയും. ഒരു മാമോദീസവേളയിൽ എന്റെ പുറത്ത് ഒരൊക്കെ എനിക്കില്ലാത്തപ്പോ കത്തോലിക്ക സഭ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ആവർത്തിച്ച് ചെയ്യുന്നു. മാമോദീസ സമയത്ത് നീ അണിഞ്ഞ ഈ വെള്ളവസ്ത്രം കൂടെ തരുന്നു. അന്ന് നിന്റെ കയ്യിൽ അതിഥികളുടെ വിശ്വാസത്തിന്റെ ദീപം, ഇതാണ് നിന്റെ പാദത്തിന് വിളക്ക്, പാതയെ പ്രകാശം, ഇതാണ് നിനക്ക് തരുന്നു. അന്ന് തന്നെ ആ വെള്ളം നിനക്ക് തരുന്നു. എല്ലാവരും കൂടെ കുറച്ച് പുഷ്പങ്ങളിട്ടിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ്. പകുതീസം തന്നിലേക്ക് ആഗ്രഹം ചെയ്ത ആഗ്രഹത്തെ മാലാക്കന്മാർ പോലെ വേദസാക്ഷികൾ, അതുപോലെ വിശുദ്ധർ സ്വർഗം മുഴുവൻ ഇടയിൽ വരട്ടെ ഈ ഒരാളെ കൊണ്ടുപോകാൻ കിട്ടി. വീട്ടിൽ രാവിലെ ഞങ്ങൾ ഒഫീഷ്യലാവുന്നപ്പോ രണ്ടാമത്തെ ലോകം ഞാൻ ഇതിനു മുമ്പ് ദിവസത്താമ അവസാനമായിട്ട് കണ്ടത് ദൈവസംസ്ഥാനത്തിൽ വീട്ടിൽ വെച്ചാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി POC ആളുകളെല്ലാം വന്നു. അന്നേരം പട്ടി കുത്തി പിടിച്ച് സാധനം നടക്കാൻ പറ്റാത്ത
പ്രയാസപ്പെട്ട് ശരീരം വളരെ പ്രയാസപ്പെട്ട് ആടി ഉലയുന്ന ചകാലിക പറഞ്ഞ പോലെ ആ തിരിയിരുന്ന് കാറ്റത്ത് ആടി ഉലയുന്ന പോലെ ആടി ഉലി കാണിക്കുന്നു. പക്ഷെ വീട്ടിൽ വന്നതും പറഞ്ഞ കാര്യം 4 ദിവസം മുമ്പ് വികാരിച്ചോട് പറഞ്ഞ എനിക്ക് ഒപ്പിച്ച് തോന്നുന്നു. വികാരിച്ച വീട്ടിൽ ചെല്ലുമ്പോ ജോസി സാധനത്തിന് ഗേറ്റ് തുറന്നു കൊടുത്തു. ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഇറങ്ങി പോകാൻ പറ്റുന്ന പ്രായത്തിൽ ആദ്യം ഒരാൾ പറയുന്നത് എനിക്ക് വേണ്ടതെന്ന് വരണം. അതിന് പറയുന്നത് തിയാരിക്കും. നമ്മൾ പറയുന്നത് സഭയിൽ എഴുതി വെച്ചിരിക്കുന്നത് തിരുപാതേയം. പാതയം എന്ന് പറയണല്ല, പാതയം എന്ന് പറഞ്ഞാൽ വഴി ഭക്ഷണം. തിരുപാതയം എനിക്ക് വേണം. തിരുപാതയം ഞാൻ യാത്ര പോവാണ്. നന്നായിട്ട് പൊതുജോലി കിട്ടി വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടു അതെടുത്ത് കഴിഞ്ഞ് വെച്ച് കഴിച്ച് ഞങ്ങൾ പോകുന്നു. പോയിട്ട് വഴിയൊക്കെ വിശക്കുമ്പോ കഴിക്കാൻ ഞാൻ എന്റെ കയ്യിൽ കരുതുന്ന ആ വഴി ഭക്ഷണം എനിക്കത് വേണമെന്ന് നല്ല ഓർമ്മയോടെ പറഞ്ഞ സഭയുടെ വീരനായ ഒരു പോരാളി. ഈ യാത്ര പോകുമ്പോ കത്തോലിക്ക സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് മാത്രമാണ്, തിരുപാതേയം. ഈ മാലാഖമാരും ഈ വിശുദ്ധരും ഈ രക്തസാക്ഷികളും എല്ലാവരും വന്ന് ആചാരപടി നൽകി ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോ കത്തോലിക്ക സഭ ഉത്തരവാദിത്വ ബോധത്തോടെ ഇവിടെ നിന്ന് അർപ്പിക്കാനാണെന്ന പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ബലിയർപ്പിച്ച് വചനം കുറിച്ച് നടത്തി ഒരു പാതയം കൊടുക്കുന്നു. ആ പാതയത്തോടൊപ്പം എന്റെ പ്രാർത്ഥന ഈ KCBC പോലീസിന്റെ പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടെ കൊച്ചി രൂപതയ്ക്ക് നന്ദി പറയുന്നു. ഇതുപോലുള്ള ഒരു ഉത്തമ പോരാളിയെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കാൻ അറിയാവുന്ന സഭയുടെ ഒരു മകനായിരുന്നു. ആ വിമർശനം മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ ഉള്ളിൽ അതിനെ ജ്വലിപ്പിച്ചിരുന്നത് സഭയോടും കർത്താവിനോടും ഈ പുരോഗതിയായ ഞങ്ങളോടൊക്കെയുള്ള സ്നേഹം തന്നെയായിരുന്നു. ഈ മാതിരിയുള്ള ഒരു മനുഷ്യനെ ജനിപ്പിച്ചിരുന്ന കൊച്ചി രൂപതയ്ക്ക് നന്ദി. പ്രിയപ്പെട്ട ജോസിസാറെ, അങ്ങേക്കുള്ള വലിയ ഞങ്ങൾക്ക് അറിയാവുന്ന ഈ പ്രാർത്ഥനകൾ, ഈ സ്നേഹ വന്ദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേക്ക് സ്വർഗത്തിൽ ആയിരിക്കുമ്പോ ഈ പ്രാർത്ഥന ഈ വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചത് വന്ന് കുറവുകളുണ്ടായി ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രാർത്ഥനകൾ അങ്ങേക്ക് സഹായകം ആകും എന്നാണ്. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ സഭയുടെ ആദരവ്, പ്രത്യേകിച്ച് KCBC സഭയുടെ ആദരവ് ഏറ്റവും സ്നേഹത്തോടെ നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇദ്ദേഹത്തെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ ആൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. ആത്മാവിനെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക്
വിശുദ്ധരുമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയുള്ളവരെ ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിലെത്തിച്ചേർന്നു വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിപ്പാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അഡ്വക്കേറ്റ് ജോസി സേവർ ഈ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അപ്പനായിരുന്നു. ഒരിക്കലും ശാസിക്കാനൊന്നും വളരെ കൂട്ടുകാരെ പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പെരുമാറുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കുറച്ച് ദിവസം ഇവിടെയൊക്കെ ജീവിക്കുന്ന പ്രതീക്ഷ എന്തായാലും പെട്ടെന്ന് അന്ത്യകൂദാശയെല്ലാം സ്വീകരിച്ച് നല്ല ഒരുക്കത്തോടുകൂടി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മരണത്തിനുള്ള ഒരുക്കം പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥനയും പാട്ടും അതിനുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും വളരെ ദുഃഖമുണ്ട്. എന്നിരുന്നാലും ദൈവവിളി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പരിപാടിയിൽ വന്ന് തന്നെ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയാണ്. ഒരു മിനിറ്റ് കൂടെ തന്നെ ഞാൻ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു പ്രാവശ്യം ബർത്ത്ഡേ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് ബർത്ത്ഡേ വിഷയം. എനിക്ക് തോന്നുന്നത് 10,000-ലധികം ആൾക്കാരെ നേരിട്ട് വിളിച്ച് ബർത്ത്ഡേയും വിവാഹ വാർഷികം അതുപോലെ തന്നെ ഓർമ്മ ദിവസങ്ങളെല്ലാം വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചൊക്കെ അറിയാം, ബന്ധങ്ങൾ അറിയാം. ഈ മരണശേഷം ഏകദേശം ഒരു 50-ന്റെ അടുത്ത് അച്ഛന്മാർ ഒറ്റയായിട്ടും ഒക്കെ ആയിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് ഓഫീസ് ചൊല്ലിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം കോഴിക്കോട് ബിഷപ്പ്, അതുപോലെ തന്നെ കണ്ണൂർ ബിഷപ്പ്, അതുപോലെ തന്നെ കൊല്ലം ബിഷപ്പിനെ നേരിട്ട് വിളിച്ച് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഒരുപാട് പേര് ബിഷപ്പുമാരുടെ പ്രതിനിധികളായിട്ടൊക്കെ ഒരുപാട് പേര് വന്നു. അപ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കരിയിൽ പിതാവാണ് ശുശ്രൂഷ കർമ്മം നിർവഹിച്ചത്. അഡ്മിനിസ്ട്രേറ്റർ ഷൈജു പരിശുദ്ധനാണ് വന്നത്. അത് മാത്രമല്ല, ഇന്ന് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വിളിക്കുന്നവരെല്ലാ അച്ഛന്മാരും കുർബാനയ്ക്കുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വികാരിയച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 7 പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് 12-ലധികം അച്ഛന്മാർ വേദിയിലുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത വലിയ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുർബാന മധ്യേ അച്ഛന്റെ പ്രസംഗം, ക്ലീറ്റസ് അച്ഛന്റെ പ്രസംഗം വളരെ ടച്ചിങ് ആയിരുന്നു. അത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ പറഞ്ഞു തീർക്കും. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ജീവൻ സംരക്ഷിച്ച് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. പക്ഷെ പ്രോ ലൈഫ് പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു കേരളം മുഴുവനും എല്ലാ രൂപതകളിലും പോയി സംസാരിക്കുക. അങ്ങനെ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ ഒരുപാട് അതിനുവേണ്ടി എല്ലാ രൂപതകളിലും പോയി സംസാരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, സുവിശേഷം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടല്ലോ.
അപ്പൊ അത് ആ രീതിയിൽ പുള്ളി ആ ഒരു മേഖല എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവന്റെ സംരക്ഷണത്തിന്റെ മേഖല പുള്ളിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തെരഞ്ഞെടുത്തായിരിക്കും. മറ്റുള്ള മേഖലയേക്കാൾ പ്രാധാന്യം അതിന് കൊടുത്തായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്.